വെള്ളോ? നിനക്ക് തന്നെ പോയി എടുത്ത് കുടിച്ചാൽ എന്താ കുഴപ്പം? നിന്റെ കയ്യിനും കാലിനും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, എടുത്തു തരാൻ സൗകര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഭാരിച്ച ഡയലോഗൊന്നും പറയണ്ട. രാഹുലെ, ഞാനും നിന്നെ പോലെ തന്നെ ഓഫീസിൽ പോയി ക്ഷീണിച്ച് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഓ, എനിക്ക് അറിയാൻ പാടില്ല, ക്ഷമിക്കണം. ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം. നിനക്ക് എപ്പോഴാണ് ബസ്? 10:30. പിന്നെ 3 ദിവസമൊക്കെ ട്രെയിനിങ്. ഞാൻ അത് പറഞ്ഞില്ല എന്ന് പറയരുത്. നീ ഞാൻ കാരണം വെള്ളം കുടിച്ചില്ല എന്ന് പറയണ്ട. അതെ, മനുഷ്യന് ഇച്ചിരി മനസമാധാനം കിട്ടാനാണ് വീട്ടിലേക്ക് വരുന്നത്. അത് നശിപ്പിക്കുക. ഇത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഞാൻ നിന്നോട് ശരിക്കും ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഐ നീഡ് യു. നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ MSc എടുത്തടി. പിന്നെ അങ്ങനെ ഇപ്പോൾ ജർമ്മനി സെറ്റിലാ. നിനക്ക് സുഖമല്ലേ? ഞാൻ ചായ എടുത്തേക്കാം. വേണ്ട, ചായ ഒന്നും വേണ്ട. ഇവിടെ ഇടി, ചോദിക്കട്ടെ. സുഖമല്ലേടി? ആടി. ഇന്ന് എന്നാ റിട്ടേൺ? നെക്സ്റ്റ് വീക്ക്. നിൻ്റെ പഴയ നമ്പറിൽ ഞാൻ കുറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അങ്ങനെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ്. എന്നാലും ഒന്ന് കണ്ടിട്ട് പോകാൻ തോന്നി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാനും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കുറേ ശ്രമിച്ചു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കണ്ടപ്പോൾ എൻ്റെ മിസ്റ്റേക്കാ. ഞാൻ നമ്മുടെ ആരും വീട്ടിൽ പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത്. ക്ലീശ ഡയലോഗ് റിപ്ലൈ ഇട്ടേ ചത്ത് കളയുന്ന പോലും. ആ സമയത്ത് അച്ഛൻ ഓൾറെഡി അറ്റാക്ക് വന്നിരിക്കായിരുന്നല്ലോ. അച്ഛനും മരിച്ചു. അതും എൻ്റെ തലയിലായി. അങ്ങനെ ആകെ നെക്കിപ്പുറത്തില്ലാണ്ടായപ്പോഴാണ് എബ്രോഡ് പോയെ. നിന്നെ കോണ്ടാക്ട് ചെയ്താലോന്ന് ഞാൻ കുറേ ആലോചിച്ചതാ. പക്ഷേ ഹസ്ബൻഡ് എന്താ ചെയ്യണേ? എഞ്ചിനീയറാ. ഇപ്പം ബാംഗ്ലൂർ വരെ പോയേക്കുവാ. 3 ദിവസം കഴിഞ്ഞ് വരും ട്രെയിനിങ് ഒക്കെ ആയിട്ട്. ഹാപ്പി? ഓൾ ഗുഡ്. എടി, ഞാനിവിടെ 2 ദിവസം ഉണ്ടാവും. എനിക്കൊന്ന് ഓഫ് എടുക്കാൻ പറ്റുമോ 2 ദിവസം? ഞാൻ ലീവ് വിളിച്ചു പറയാം. എങ്ങനെ റെഡി ആയിട്ടോ? നീ ഇവിടെ ഇരിക്ക്. വരാം. ഞാൻ പോട്ടെ. രാഹുൽ നല്ലൊരു മനുഷ്യനാണ്.
അവൻ നിന്നെ നന്നായി ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഓക്കെയാ. ചിലപ്പോൾ ഇനി നമ്മൾ കണ്ടില്ല എന്ന് വരും. ഒരിക്കലും എനിക്ക് നിന്നെ കാണണ്ടെന്നൊന്നുമല്ല, പക്ഷേ സൊസൈറ്റി നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്. അത് നശിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരല്ലേ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും. പോട്ടെ.